ഒരു 7ാം ക്ലാസ് വരെയൊക്കെ ഉണ്ടല്ലോ, പടം വരയോട് എനിക്കൊരു താല്പര്യമുള്ളതായിട്ടോ അല്ലെങ്കിൽ ആർട്ടിൽ എനിക്കൊരു താല്പര്യമുള്ളതായിട്ടോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ 8ലും 9ലും ഞങ്ങൾക്ക് ഡ്രോയിങ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഡ്രോയിങ് സാർ വിളിച്ചു, ഇരട്ടക്കുട്ടികൾ ഇങ്ങോട്ടൊന്ന് വന്നേ, നിങ്ങളുടെ പടം ഒന്ന് നോക്കിയിട്ട് അതും ഇരട്ട പോലെയാണോ എന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബുക്കുമായിട്ട് സാറിൻ്റെ അടുത്ത് ചെന്നു. പടമൊക്കെ നോക്കിയിട്ട് സാറ് ചോദിച്ചു, താങ്കളാണല്ലോടോ ഇത്തിരി നന്നായിട്ട് വരയ്ക്കുന്നതെന്ന്. അന്ന് തൊട്ട് കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിൽ എന്ന് പറഞ്ഞ പോലെ എൻ്റെ കണ്ണ് ഓരോ പടങ്ങളിലാണ്. എനിക്ക് വരയ്ക്കാൻ പറ്റും എന്ന് തോന്നുന്ന പടങ്ങളൊക്കെ എങ്ങനെയും എവിടെയൊക്കെ കുത്തിക്കോറാൻ ഞാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് വേറൊരു സംഭവം ഉണ്ടായിട്ടോ. നഴ്സിങ്ങിൻ്റെ സമയത്ത് സോഷ്യോളജി സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന സാറ് ഇച്ചിരി പ്രായമായിട്ടുള്ളൊരു സാറാണ്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സോഷ്യോളജി സബ്ജക്റ്റ് അത്ര ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിൽ ഞാൻ സാറിൻ്റെ പടം ബുക്കിൽ വരച്ചു. സാറിനെ പൊക്കുകയും ചെയ്തു. പക്ഷെ സാറിനെ വഴക്ക് പറഞ്ഞില്ല കേട്ടോ. സാറിനോട് പറഞ്ഞു, ക്ലാസ് ശ്രദ്ധിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തം. എനിവേ കുട്ടിക്ക് നന്നായിട്ട് വരയ്ക്കാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് പടമൊക്കെ ഒന്ന് വരച്ചുകൂടെ എന്ന് ചോദിച്ചു. ഈ കഥയൊക്കെ ഞാനെന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്നോ, കഴിഞ്ഞ ദിവസത്തെ കലത്തേലുള്ള ക്ലേ ആർട്ടിന് നിങ്ങൾ തന്ന പ്രോത്സാഹനം കേട്ടോ ഇന്ന് ഈ കുപ്പിയിൽ ക്ലേ ആർട്ട് ഉണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ചെറിയ നിങ്ങളുടെ പ്രോത്സാഹനം മറ്റുള്ളവർക്ക് വലിയ മോട്ടിവേഷനായിരിക്കും. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.